നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 24 മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും. കേരളത്തിൽ സാമാന്യം വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴ രേഖപ്പെടുത്തി. പ്രധാന കനത്ത മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ. ഏനാടിമംഗലം 11, മാൻകര 10, ശങ്കുളം ഡാം 9, ഒറ്റപ്പാലം 8, പെരിന്തൽമണ്ണ, ആനക്കയം, നേര്യമംഗലം എന്നിവിടങ്ങളിൽ 7 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. കണ്ണൂർ എയർപോർട്ടിൽ ഏറ്റവും ഉയർന്ന താപനിലയായ 37.2 ഡിഗ്രി സെൽഷ്യസും പാലക്കാട് ഏറ്റവും താഴ്ന്ന താപനിലയായ 23.8 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഉയർന്ന താപനില ആലപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു. ബാക്കി എല്ലാ ജില്ലകളിലും ഇത് സാധാരണ നിലയിലായിരുന്നു. കേരളത്തിൽ മാർച്ച് 1 മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട് എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു. ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത്. ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ. തെക്കൻ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശത്തിനും സമീപ പ്രദേശത്തിനും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ വരെ വ്യാപ്തിയുള്ള ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു. മറാത്ത്വാഡയിൽ നിന്ന് തമിഴ്നാടിന് മുകളിലുള്ള ഈ ചക്രവാത ചുഴി വരെ കർണാടകയ്ക്ക് കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് 0.9 കിലോമീറ്റർ ഉയരത്തിൽ ഒരു വടക്ക് തെക്ക് ന്യൂനമർദ്ദപ്പാത്തി കടന്നുപോകുന്നു. തെക്കൻ ഛത്തീസ്ഗഡ് മുതൽ തെക്കൻ കർണാടകത്തിൻ്റെ ഉൾപ്രദേശം വരെ തെലങ്കാനയ്ക്കും റായൽസീമയ്ക്കും കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് 3.1 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ന്യൂനമർദ്ദപ്പാത്തിയും കടന്നുപോകുന്നു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 21 ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. തുടക്കത്തിൽ വടക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുവാനും മെയ് 24 ബംഗാൾ ഉൾക്കടലിൻ്റെ മധ്യഭാഗങ്ങളിൽ ഒരു അതിന്യൂനമർദ്ദമായി കേന്ദ്രീകരിക്കുവാനും സാധ്യത. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലും ലക്ഷദ്വീപിലും 18 മുതൽ 22 വരെ വ്യാപകമായും 23, 24 തീയതികളിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ 18, 22 തീയതികളിൽ 7 മുതൽ 20 സെന്റിമീറ്റർ വരെയുള്ള കനത്തതും അത്യന്തം കനത്തതുമായ മഴയ്ക്കും 19 മുതൽ 21 വരെ 7 മുതൽ 20 സെന്റിമീറ്ററിനും മുകളിൽ വരെയുള്ള കനത്തതും അത്യന്തം കനത്തതും അതിതീവ്രമായ മഴയ്ക്കും സാധ്യത. ലക്ഷദ്വീപിൽ 18 മുതൽ 21 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ 18-ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും 19 മുതൽ 22 വരെ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. ലക്ഷദ്വീപിൽ 18 മുതൽ 21 വരെ ഇടിമിന്നലിന് സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 18, 19 തീയതികളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 20 മുതൽ 22 വരെ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്.